ഹലോ, വെൽക്കം ഗീതം യൂട്യൂബ് ചാനൽ. ഓക്കെ, നല്ല സണ്ണി അറ്റ്മോസ്ഫിയർ. രാവിലെ നല്ല ഉന്മേഷമായിട്ട് എല്ലാവരും എഴുന്നേറ്റു എന്ന് വിചാരിക്കുന്നു. പാലക്കാട് ജില്ലയാണ്, മണ്ണാർക്കാടിനടുത്താണിത്. നല്ല വെയിൽ കേട്ടോ. അപ്പം ഞാനിന്ന് നമുക്ക് വളരെ പരിചിതമായ ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നു. ഇത് റെഡ് ബിഗോണിയാസ്, ഏഞ്ചൽ വിങ് ബിഗോണിയ എന്നും അറിയപ്പെടും. ഇതിൽ പല വെറൈറ്റീസുമുണ്ട്. അപ്പോൾ ഇതിലുള്ള എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസിൽ ഒരെണ്ണം ഒരു ഗ്രീനിഷ് കളറെന്ന് പറയാം. അതിൽ നല്ല ഗ്രീനും ഇടയ്ക്ക് സ്ലൈറ്റ് ഇതേമാതിരി വൈറ്റ് സ്ട്രൈപ്സും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ലീഫിന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടുകൾ വളരെ നേർത്ത തണ്ടുകളാണ്. അവയെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകും തണ്ടുകൾ. ബട്ട് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. അതിൻ്റെ ലീഫുകളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ലീഫാണ്. കണ്ടോ, ഒരു സോഫ്റ്റ്നെസ് ഇതിൽ നമുക്ക് കാണുമ്പോഴുണ്ട്, പക്ഷേ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്ര സോഫ്റ്റ്നെസ് ഒന്നുമില്ല. സോ ലീഫി, അതോടുകൂടി ഒരു ഫ്ലവറിങ് പ്ലാന്റാണിത്. സോ ദിസ് ഈസ് ഏഞ്ചൽ വിങ് ബിഗോണിയ. ബിഗോണിയസ് വേറെ ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഇത്രയും ഹൈറ്റ് ഇല്ലാത്തത്. ഇത് ഹൈറ്റ് വയ്ക്കും, പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകളെല്ലാം മുറിച്ച് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലതാ, ഇത് ഞാൻ വേറൊരു ചട്ടിയിൽ വെച്ചു, അതിൽ തണ്ട് വളർന്നു. ഇത് കുറച്ചുകൂടെ വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, ഇതും തണ്ട് വളർന്നു. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് റീപ്ലാന്റ് ചെയ്യാം, വേറൊന്നുമില്ല. പിന്നെ വെയിലത്തിരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, അല്പം വെയിൽ ഉള്ള ഷെയ്ഡിലിരിക്കുമ്പോഴത്തേക്ക് നല്ല കളർ, എൻ്റെ ഒറിജിനൽ കളർ വരുന്നുണ്ട്. തീരെയും വെയിലില്ലാത്തടത്ത് വെക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാനിവിടെ വളം ചേർത്ത മണ്ണ്, നല്ല ഇളക്കമുള്ള മണ്ണും കുറച്ച് പച്ചില വളവും ഒക്കെ കൂടെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ചെറിയ ചട്ടിയിലാണ്. കഴിയുമെങ്കിൽ ഒരു വലിയ ചട്ടിയിൽ തന്നെ വയ്ക്കുക. അതോടൊപ്പം ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും, അഴുകിപ്പോകും. അതായത് ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ പുതിയ ചെടിയായിട്ട് ഇതിനെ നടുന്നു. ഇത് പിന്നെ ബിഗോണിയാസ് തന്നെയാണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഏഞ്ചൽ വിങ് ബിഗോണിയാണ്, ബട്ട് ഇറ്റ് ഈസ് ഗ്രീൻ കളർ ആൻഡ് അനദർ റെഡ് കളർ. ഓക്കെ, 2 ടൈപ്സാണ്. നമുക്ക് 2 ടൈപ്സിനെ നമുക്ക് പ്രത്യേക ചട്ടികളിലേക്ക് വയ്ക്കാം. ഇതിൽ മെച്ചുറായിട്ടുള്ള സ്റ്റെമ്മിനെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് മറ്റൊരു ചട്ടിയിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ശരിക്കും കണ്ടാൽ ചീര പോലെ ഇരിക്കും അല്ലേ, കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്ലേ. ഇത് കട്ട് ചെയ്തതാണ്. ഇത് ഗ്രീനും റെഡും. നമുക്കിതിനെ രണ്ടും 2 ചട്ടികളിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, ഞാൻ മുന്നേ സ്റ്റെം കട്ട് ചെയ്ത് വിട്ട് അതിൽ നിന്നും തളിരുകൾ വന്നതാണ്. അതുപോലെ നിങ്ങളും ഇതുപോലെ സ്റ്റെം കട്ട് ചെയ്ത് വിടുക, അപ്പോൾ അതിൽ നിന്നും തളിരുകൾ ഉണ്ടാവും. ഇതിനെ കുറച്ച് സൗന്ദര്യം വേണമെങ്കിൽ ലെവൽ ചെയ്ത് കട്ട് ചെയ്യുക, അപ്പോൾ എല്ലാം ഒരുമിച്ച് വളരും. ഞാൻ ഇനി ഈ തണ്ടുകൾ മുറിച്ച് നടാൻ പോവുകയാണ്. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ പുതിയ ചട്ടിയിലേക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത ഏഞ്ചൽ വിങ് ബിഗോണിയ അല്ലെങ്കിൽ റെഡ് ബിഗോണിയയെ ഞാൻ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് പുതിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണാൻ നല്ല അഴകുള്ള സാധനമാണ്. ഇത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ മദർ ഇതാ ഇവിടെയുണ്ട്. ഓക്കെ, അതിനെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു മദർ പ്ലാന്റ് നമുക്കുണ്ടാവണം, അതിൽ നിന്നും നമുക്ക് ധാരാളം ചെടികളുണ്ടാവും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കുന്നു. ഇത് പഴയ എൻ്റെ ചട്ടിയിൽ നിന്ന്, ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിതിനൊന്ന് കണ്ടോ, ഇത് നേരത്തെ വളർന്നു വന്നിരിക്കുകയാണ്. ഇതിനെ വീണ്ടും ഞാൻ ഒന്ന് ലെവൽ ചെയ്യുന്നു. അപ്പോൾ അതിനൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനൊന്ന് ലെവൽ ചെയ്യുന്നു, ഈ ലീഫുകളെല്ലാം കട്ട് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഉണ്ടായിക്കോളും. ഓക്കെ, ഇതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ അടുത്ത് വളർന്നു വരുമ്പോൾ
ഇത് നല്ല എല്ലാം ഒരേ ലെവലായിട്ട് വരും. അപ്പോൾ അത് കാണാനായിട്ട് നല്ല അഴകായിരിക്കും. പഴയ ഇലയൊക്കെ അങ്ങ് വെട്ടിക്കളയുക. ഓക്കെ, ഇതിനെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പുതിയ ഒരു ചെടി വളരും പോലെ നമുക്കിതിനെ വളർത്തിയെടുക്കാം. കണ്ടോ, ഈസിയായിട്ട് കട്ടാവും. വളരെ സോഫ്റ്റ് സ്റ്റെമ്മാണിത്. ഓക്കെ, ഇതിനെയും കട്ട് ചെയ്യാം. സങ്കടപ്പെടണ്ട, മഴ വരികയാണ്. അപ്പോൾ മഴയത്ത് നിന്ന് സംരക്ഷിച്ച് നിർത്തുക, വെള്ളത്തിൽ നിർത്തരുത്. മഴയിൽ നിന്നും ഇവയെ സൂക്ഷിച്ച് വയ്ക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഐ ആം ഡോക്ടർ സുനിൽ രാജ്, ഗീതം യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ നിങ്ങൾ എങ്ങനെ റെഡ് ബിഗോണിയാസ് പ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏഞ്ചൽ വിങ് ബിഗോണിയാസ് പ്ലാന്റ് ചെയ്യാമെന്ന് ആലോചിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു.